Ahead of Kerala elections, we are bringing you the most important person of the state. Joining me here today is Pinarayi Vijayan, the Chief Minister of the state, seeking a mandate for a historic third term. Chief Minister, why do you think that the people of the state should vote for you again? അതിന് പ്രധാനമായും ഇടയാക്കുന്നത് കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ തന്നെയാണ്. ഇക്കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം കേരളത്തെ നല്ല രീതിയിൽ മാറ്റി എന്നുള്ളതാണ്. 2016 കേരളം വലിയ തകർച്ചയെ നേരിടുന്നത്. ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടല്ല. നിലവിലുള്ള ഗവൺമെൻറ് എല്ലാ മേഖലയും തകർക്കുന്ന സമീപനമായിരുന്നു. 2011-16 കാലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ സംസ്ഥാനം ഏറ്റവും പുറകിൽ പോയൊരു കാലം. അവിടുന്ന് ഇനി രക്ഷയില്ല എന്നൊരു ബോധ്യത്തിലേക്ക് ആളുകൾ എത്തിയിരുന്നു. അതാണ് മാറിയത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഈ സാഹചര്യത്തിനാകെ മാറ്റം വന്നു. നടക്കില്ല എന്ന് കരുതിയ പല പദ്ധതികളും നടപ്പാക്കാനായി. ഒട്ടേറെ പുതിയ പദ്ധതികൾ ഏറ്റെടുത്തു. എന്നാൽ അതോടൊപ്പം വലിയ പ്രകൃതി ദുരന്തം നമുക്ക് നേരിടേണ്ടതായി വന്നു. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടു പിന്നാലെ അടുത്ത വർഷം തന്നെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, പിന്നീട് ലോകത്തെ വറങ്ങലിപ്പിച്ച കോവിഡ്, ഇതെല്ലാം കൂടി വന്നപ്പോൾ കേരളം തകർന്നു പോകുമെന്നൊരവസ്ഥയായി. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. സാധാരണഗതിയിൽ സഹായം നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷെ നമുക്ക് അർഹതപ്പെട്ട ഒരു സഹായവും ലഭിച്ചില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ട നികുതി വിഹിതമുണ്ട്. അർഹതപ്പെട്ട ആ വിഹിതവും നിഷേധിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഓരോ സംസ്ഥാനത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുന്നതിന് കയ്യിലുള്ള വരുമാനവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണവും മാത്രം പോരാ, അതിന് പുറമെ കടമെടുക്കാൻ പറ്റണം. കടമെടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര അനുമതി വേണമെന്നൊരു ചട്ടം കൊണ്ടുവന്നു. അതിലൂടെ കടമെടുപ്പ് പരിധിക്ക് നിയന്ത്രണം ഏൽപ്പിച്ചു. ആ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി അർഹതപ്പെട്ട കടമെടുക്കാൻ പറ്റാതെയായി. ഇതൊക്കെ കേരളത്തിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും കേരളം തകരട്ടെ എന്നൊരു നിലയാണ് സ്വീകരിക്കപ്പെട്ടത് എന്ന് പൊതുവിൽ കാണാൻ പറ്റും. മറ്റൊരു പ്രത്യേകതയുണ്ടായത്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും നാടൊന്നിച്ച് നിൽക്കും, നാടിൻ്റെ ആവശ്യങ്ങൾ ഒന്നിച്ചുയർത്തും. അതും നമ്മുടെ നാട്ടിലുണ്ടായില്ല. പാർലമെൻറ്റ് മെമ്പർമാരായിരുന്ന UDF അംഗങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാനേ തയ്യാറായില്ല. വലിയ തോതിൽ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താനായിരുന്നു താല്പര്യം. ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അർഹതപ്പെട്ട സഹായം നിഷേധിക്കപ്പെട്ടിട്ടും നമുക്ക് കേരളത്തിന് നല്ല രീതിയിൽ അതിജീവിക്കാനായി. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. ജനങ്ങളുടെ ഒരുമയും നാടിൻ്റെ ഐക്യവും കൊണ്ട് നേടിയെടുത്തതാണിത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നല്ല നിലയിലേക്ക് കേരളത്തെ ഇനി മുന്നോട്ട് നയിക്കുക എന്നത് തന്നെയാണ് LDF ഉദ്ദേശിക്കുന്നത്. 2016
പൂർത്തിയാകാതിരുന്ന പദ്ധതികൾ 2016-21 കാലത്ത് പൂർത്തിയാകാതിരുന്ന പദ്ധതികൾ 2021-26 കാലത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതും നാടിൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. 31 കേരളം 75 വർഷത്തിലേക്കെത്തും. അപ്പോൾ കേരളം എങ്ങനെ വികസിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് രൂപം കൊടുത്തിട്ടുണ്ട്. ആ നിലയിൽ കേരളത്തെ വികസിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്.